നിങ്ങൾ പറയുന്നത് എന്റെ ചേട്ടന് എതിരെയാണ്, എന്റെ രക്തത്തിന് എതിരെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഞാനുമായി ഒരു ബന്ധം ഇനി പുലർത്തുക അസാധ്യമാണ്. പറയുന്നത് വരുൺ ഗാന്ധി, സഞ്ജയ് ഗാന്ധിയുടെ മകൻ വരുൺ ഗാന്ധി. വരുൺ ഗാന്ധിയുടെ മാതാവ് ഇപ്പോഴും ബിജെപിക്ക് ഒപ്പമാണ്. അവർ ബിജെപിക്ക് ഒപ്പം നിൽക്കുമ്പോൾ വരുൺ ഗാന്ധി പറയുന്നു താൻ ബിജെപിക്ക് ഒപ്പമല്ല എന്നുള്ളത്. താൻ ബിജെപിക്ക് ഒപ്പമല്ല എന്നുള്ളത് തന്നെ ആവർത്തിച്ച് പറയുമ്പോഴും അയാൾ പറയുന്നു എന്റെ ചേട്ടന്റെ ചിന്താഗതിയാണ് എനിക്ക്. ഇത് രാഹുൽ ഗാന്ധിയിൽ വലിയ ഒരു പ്രതിഫലനം സൃഷ്ടിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി പ്രതിഫലനം സൃഷ്ടിക്കാൻ വേണ്ടി ഒരുപാട് സമരപഥങ്ങൾ പിൻവലിക്കുകയാണ്. സമരപഥങ്ങളിൽ കൂടി വീറുകയാണ്. ഏറ്റവും ഒടുവിലെ സമരപഥം അദ്ദേഹം പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്രയിലെ സമരപഥമാണ്. മഹാരാഷ്ട്രയിൽ രാഹുൽ ഗാന്ധി ഒരു തരംഗമായി മാറിക്കഴിഞ്ഞു. അതിനിടയിലാണ് ഉത്തർപ്രദേശിലെ ശക്തനായ ബിജെപി നേതാവ് വരുൺ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നു. ആ പിന്തുണ ശക്തമായ പിന്തുണ തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാഖകൾ പ്രവർത്തിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ RSS ശാഖകൾ പ്രവർത്തിക്കുന്ന ഇടം എന്ന രീതിയിൽ ഉത്തർപ്രദേശ് വലിയ മുൻകൈ നേടിക്കഴിഞ്ഞു. പക്ഷേ വരുൺ ഗാന്ധി പറയുന്നത് ഉത്തർപ്രദേശിലെ RSS ശാഖകളെ തകർത്ത് തരിപ്പണമാക്കും താനും തന്റെ അമ്മയും എന്നാണ്. വരുൺ ഗാന്ധിയുടെ പ്രിയപ്പെട്ട മാതാവ് മനേകാ ഗാന്ധിയും ചേർന്ന് ബിജെപിയെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ആ വല്ലാത്ത ഒരവസ്ഥ അത് അവരെ സംബന്ധിച്ചിടത്തോളം തകർക്കുന്ന ഒരവസ്ഥയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം തകർത്ത് തരിപ്പണമാക്കുന്ന ഒരവസ്ഥയാണ്. ആ അവസ്ഥയിലേക്കാണ് ഈ അമ്മയും മകനെയും ഇപ്പോൾ ബിജെപി എത്തിച്ചിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ അമ്മയും മകനുമൊക്കെ ബിജെപിക്ക് വേണമായിരുന്നു. അവർ ബിജെപിയുടെ എല്ലാമായിരുന്നു. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ മോദിക്ക് ഇവരൊന്നും വേണ്ടാതായി മാറി. മോദിക്ക് ഇവരൊന്നും വേണ്ടതായി മാറിയപ്പോൾ അവർ അഭയസ്ഥാനങ്ങൾ തേടി. അതുമാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. വരുൺ ഗാന്ധി ബിജെപി വിടുന്നു എന്നത് കുറെ കാലമായി ചർച്ചാ വിഷയമായ സംഭവമാണ്. പക്ഷേ ഇപ്പോൾ പൊളിറ്റിക്സ് കേരള പറയുന്നു അയാൾ ബിജെപി വിടുന്നു.